പത്തരമാറ്റ സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മുത്തശ്ശനും ഇങ്ങനെ സംസാരിച്ചൊരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, ഹോസ്പിറ്റൽ ചെക്കപ്പിന് വേണ്ടി നിങ്ങൾ പോയ സമയത്ത് ഞാൻ ഒത്തിരിയധികം വഴിപാടുകളൊക്കെ നേർന്നിരുന്നു, എങ്ങനെയെങ്കിലും ആ അസുഖം മാറണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. പിന്നെ ഇപ്രാവശ്യം കുട്ടികൾ ശബരിമലയ്ക്ക് പോയപ്പോഴും പ്രാർത്ഥിച്ചത് നിങ്ങളുടെ അസുഖമൊന്ന് മാറിക്കിട്ടാനാണ്. എന്നിട്ട് പോലും യാതൊരു മാറ്റവുമില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ആകെ വിഷമാണെന്നൊക്കെ പറയട്ടെ മുത്തശ്ശി. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അതിനാരാ അസുഖം മാറിയില്ല എന്ന് പറഞ്ഞത്? എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും മാറിയെന്ന് പറയട്ടെ മുത്തശ്ശൻ. അപ്പോഴെന്നെ മുത്തശ്ശി ഒന്ന് സംശയത്തോടു കൂടെ സത്യമായിട്ട് മാറിയതാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് സത്യമായിട്ട് മാറിയതാന്ന് പറയട്ടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അസുഖം മാറിയെന്ന് ഇവിടെ പറയാത്തതിന് കാരണമുണ്ട്. കാരണം നമ്മുടെ പഴയ അനന്തപുരിയല്ലേ ഇത്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എൻ്റെ അസുഖത്തിൻ്റെ പേരിൽ ഇവിടെ പ്രശ്നങ്ങളങ്ങ് മാറിപ്പോവുകയാണെങ്കിൽ പോവട്ടെ എന്ന് ഞാനങ്ങ് കരുതി. അതുകൊണ്ട് തന്നെ ഞാനും ഡോക്ടറും തീരുമാനിച്ചു എൻ്റെ അസുഖം മാറിയ കാര്യം ഞാനും ഡോക്ടറുമല്ലാതെ മറ്റാരും അറിയണ്ട എന്ന്. അപ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ട് ജയനും ദേവ്യാനൊക്കെ അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. അതുപോലെ തന്നെ ആദർശ് അറിയുമ്പോൾ അവനും സങ്കടമാവൂലേ എന്ന് ചോദിക്കും. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് സാരമില്ല, ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ അസുഖം ഇതുപോലെ നിൽക്കുന്നുണ്ട് എന്ന് അവർ അറിയുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയും. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ നമ്മൾ അസുഖത്തിൻ്റെ കാര്യത്തിൽ നുണ പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചടിക്കുമെന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും വന്നാലും എനിക്ക് സങ്കടമൊന്നുമില്ല. ഇപ്പം തന്നെ 10-75 വയസ്സായി, ഇനിയും ഒരുപാട് കാലം ജീവിക്കണമെന്നൊന്നും ആഗ്രഹമില്ല. ഭാര്യ ഇരിക്കുമ്പോൾ ഭർത്താവ് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ പിന്നീടുള്ള ജീവിതം ഭയങ്കര കഠിനമായിരിക്കും എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്ന സമയത്തന്നെ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്കും ഭയങ്കര സങ്കടമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് ജയൻ ഇങ്ങനെ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവേനെ അവിടെ നിന്നിങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കും. അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, എന്താ വലിയ ആലോചനയിലാണല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ എന്താ ആലോചിക്കാൻ, എന്നെ സഹായിച്ച ആ ഒരു പെൺകുട്ടീനെ പറ്റിയിട്ട് തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. അവളെ കാണാൻ ഇന്ന് വരെ എനിക്ക് സാധിച്ചില്ല, അവളെ കാണണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമാണെന്ന് പറയും. അപ്പോൾ ആ പെൺകുട്ടിയുടെ പേരെന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്തിന് അതിങ്ങനെ തപ്പലോടെ ഓർക്കായിരിക്കട്ടെ ജയൻ. അപ്പോൾ നയന എന്നല്ലേ എന്ന് ദേവേനെ ചോദിക്കുന്ന സമയത്തിന് ജയൻ ഒരു ഞെട്ടലായിരിക്കും. അല്ല, അങ്ങനെയാണ് ഞാൻ അന്ന് ഐസിയിൽ കിടക്കുന്ന സമയത്തിന് ജയേട്ടൻ എന്നോട് വന്ന് പറഞ്ഞത്, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയും. അപ്പോൾ ജയൻ പറയുന്നത്, ആ ശരി തന്നെയാ, നയന എന്ന് തന്നെയാ പേര്. അപ്പോൾ വീണ്ടും ദേവേനെ ചോദിക്കുന്നുണ്ട്, ആ പെൺകുട്ടിക്ക് നയനയുടെ ഏകദേശം പ്രായമുണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കും. ആ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് കേട്ടത്, പിന്നെ ചിലപ്പോൾ പ്രായത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാണുമെന്ന് പറയുന്ന സമയത്തിന് വീണ്ടും ദേവേനി ചോദിക്കുന്നുണ്ട്, അല്ല അന്ന് എന്നോട് പറഞ്ഞപ്പോൾ നയനയുടെ പേര് പോലെ തന്നെ നയനയുടെ അത്രയും പ്രായമുള്ളൊരു പെൺകുട്ടിയാണെന്നാണ് എന്നോട് പറഞ്ഞത്, എന്നിട്ടെന്താ ജയേട്ടൻ ആ കാര്യമൊക്കെ അങ്ങ് മറന്നുപോയോ എന്ന് ചോദിക്കും. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, അല്ല നയന എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് എന്ന് എനിക്കറിയാമായിരുന്നു, പിന്നെ നമ്മുടെ മരുമകളുടെ പേര് നയന എന്നല്ലേ, അപ്പോൾ നിനക്ക് ആ പേര് കേൾക്കുന്നത് ഇഷ്ടമല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നിന്നോട് പറയാതിരുന്നതാണെന്ന് പറയും. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, എന്നെ സഹായിച്ച പെൺകുട്ടിയുടെ പേര് നയന എന്നായതുകൊണ്ട് തന്നെ ആ ഒരു പേരിനോട് അലർജിയൊക്കെ എനിക്ക് മാറിയെന്ന് പറയുന്ന സമയത്ത് തന്നെ ജയൻ പറയും, അതേതായാലും നന്നായി, അങ്ങനെ ഓരോന്നിങ്ങനെ മാറി മാറി വരണം, എങ്കിലേ ശരിയാവുള്ളൂ. അപ്പോൾ ദേവേനി ചോദിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ജയേട്ടനോടൊന്ന് സംസാരിച്ചിട്ട് പോലും എന്താ മറന്നുപോയത് എന്ന് ചോദിക്കും. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഞാനുമായിട്ടുള്ള ഡോക്ടർ കൂടുതൽ ഡിസ്കസ് ചെയ്തത് ആദർശുമായിട്ടാണ്, പിന്നെ ആദർശാണ് അവരുമായിട്ട് എപ്പോഴും കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും, ഞാൻ അങ്ങനെ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണെന്നൊക്കെ പറയാട്ടെ ജയൻ. അപ്പോൾ ദേവേനി ചോദിക്കുന്നത്, അല്ല ചേട്ടാ, ആ കുട്ടീനെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? നിങ്ങളെല്ലാവരും എന്തിനാ എന്നിൽ നിന്നിങ്ങനെ മറച്ചു വെക്കുന്നത്? ഇത് ഭയങ്കര ദ്രോഹമുണ്ടോ ചേട്ടാ, ഇത്ര ഒരു നിസാര കാര്യം പോലും എനിക്ക് സാധിച്ചു തരാത്തത് എന്ന് പറയും. അപ്പോൾ ജയൻ പറയുന്നത്, ഒരു നല്ല പെൺകുട്ടി, ഒരു നല്ല മനസ്സുള്ള പെൺകുട്ടി നിന്നെ സഹായിച്ചു എന്ന കാര്യം മാത്രം നീ ഓർത്താൽ മതി എന്നിങ്ങനെ പറയുന്ന സമയത്തിന് ദേവേനെ ചോദിക്കുന്നത്, അതെന്താ ചേട്ടാ, ആ പെൺകുട്ടിയെ എനിക്കൊന്ന് കാണിച്ചു തന്നാൽ എന്താ കുഴപ്പം? അപ്പോൾ ജയൻ ചോദിക്കുന്നത്, അതെങ്ങനെയാ? ആ പെൺകുട്ടി നമ്മളെ സഹായിച്ച സമയത്തിന് ഒരേ ഒരു കണ്ടീഷൻ മാത്രം ആ ഒരു പെൺകുട്ടി പറഞ്ഞിരുന്നു, ആ പെൺകുട്ടിയുടെ പേരോ അഡ്രസ്സോ ഒന്നും തന്നെ പറയരുതെന്ന്. അങ്ങനെയുള്ളപ്പോൾ നമ്മളത് പുറത്ത് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുന്ന സമയത്തിന് ദേവയാനി ചോദിക്കുന്നുണ്ട്, പുറത്തൊന്നും പറയേണ്ട ചേട്ടാ, എന്നെയല്ല ആ പെൺകുട്ടി സഹായിച്ചത്, അപ്പോൾ ഞാൻ മാത്രം അത് അറിയുന്നത് കൊണ്ട് എന്താ കുഴപ്പമെന്ന് വീണ്ടും ചോദിക്കാട്ടെ ദേവയാനി. അപ്പോൾ ജയൻ പറയുന്നത്, ഇപ്പോൾ ഉടനെ തന്നെ പറയാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ, അതിനുള്ള സമയം സന്ദർഭമൊക്കെ ഒത്തുവരും, അന്നേരം നിന്നെ നേരിട്ട് കാണിക്കും, അതിനുള്ള സാഹചര്യം ഉണ്ടാവും, അന്നേരം നിന്നെ കാണിക്കാമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനേ. അപ്പോൾ ദേവേനി പറയുന്നത്, ഇതിനകത്ത് നിങ്ങൾ അച്ഛനും മകനും ചേർന്ന് കൊണ്ട് തന്നെ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്, അതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ ആ പെൺകുട്ടിയെ കണ്ടു എന്നോർത്ത് എന്ത് സംഭവിക്കാനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ വിഷമിച്ച് ദേവേനി അവിടെ നിന്ന് അങ്ങ് പോവാണേ. പിന്നീട് കാണിക്കുന്നത് അനാമിക ഇങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രേവതി ദേഷ്യപ്പെട്ട് വന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, എടി നീ ഇവിടെ ഫോണിൽ നിന്നും കുത്തി കളിച്ചുകൊണ്ടിരുന്നോ? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു നിന്നോട് അനിയെന്ന് വിളിക്കാനായിട്ട്? നിനക്ക് അവനെ ഒന്ന് വിളിച്ചാൽ എന്തായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ അനാമിക ചോദിക്കുന്നത്, ഞാൻ എന്തിനാ അവനെ വിളിക്കുന്നത്? അവൻ ശബരിമലക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചോ? ആ പ്രസാദം നമുക്ക് കൊണ്ടു തന്നോ? ഇല്ലല്ലോ, അതൊന്നും ചെയ്തില്ല, പിന്നെ ഞാൻ മാത്രം എന്തിനാ അവൻ അങ്ങോട്ട് വിളിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ രേവതി പറയുന്നത്, എടി അവരെ വിളിച്ചില്ലെങ്കിലും വേണ്ടില്ല, നിനക്ക് ആ വല്യമ്മയെങ്കിലും ഒന്ന് വിളിച്ചൂടെ? അവരസുഖമായിട്ട് ഇരിക്കല്ലേ, കുറവുണ്ട് വല്യമ്മയെന്നൊക്കെ വിളിച്ച് അവരൊന്ന് വിളിച്ച് സോപ്പിട്ടൂടെ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് എനിക്ക് നിന്നോട് യാതൊരു മൈൻഡില്ല എന്ന കാര്യം നീ അവരോടെങ്കിലും ഒന്ന് തുറന്നു പറ, അവരവനെ പിടിച്ച് 2 വഴക്ക് പറയുന്ന സമയത്തിന് അവൻ ഇവിടെ വന്നിട്ട് നിന്നെ വിളിച്ചോണ്ട് പോവില്ലേ എന്നൊക്കെ ചോദിക്കും.
അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, എപ്പോഴും വല്യമ്മ പറഞ്ഞിട്ട് അവൻ ഇവിടെ വന്നിട്ട് എന്നെ വിളിച്ചോണ്ട് പോകുന്നത് അത് നമ്മുടെ ഒരു തോൽവിയല്ലേ അമ്മേ, ഇനിയും അങ്ങനെ ചെയ്യണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ രേവതി പറയുന്നുണ്ട്, വേണ്ട, ഇനി എപ്പോഴും നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ അങ്ങ് ജയിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുമോ? ആ കാര്യങ്ങൾ നേരാവണ്ണം നടക്കണ്ടേ? ഇനിയിപ്പോൾ നീ ഇവിടെ നിന്നു എന്ന് വിചാരിച്ച് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. എനിക്ക് ഇനിയും വേണമെങ്കിൽ നല്ല പെൺകുട്ടികളെ കിട്ടും. പക്ഷേ നിന്റെ അവസ്ഥ അങ്ങനെയാണോ? നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കണമെങ്കിൽ നമ്മളൊന്ന് നടുവർത്തി നേരാവണ്ണം നിൽക്കണമെങ്കിൽ നീ അവിടെ തന്നെ ജീവിക്കണം. അവിടെ നിന്നുകൊണ്ട് തന്നെ നീ അനിയെ സ്നേഹിക്കണം. എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് നീ ദൈവത്തെ വിചാരിച്ച് ആ വല്യമ്മയെങ്കിലും ഒന്ന് വിളിക്കുമെന്ന് പറയുന്ന സമയത്തിന് അനാമിക പറയുന്നത്, ഞാൻ അവരെ വിളിക്കാം. അവർക്ക് എന്നോട് ഇപ്പോൾ പണ്ടത്തെ പോലെ സ്നേഹമൊന്നുമില്ല. ഏതായാലും ഞാൻ വിളിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനാമിക ഇങ്ങനെ വിളിക്കാട്ടെ ദേവയാനിയെ. അങ്ങനെ ദേവയാനി അനാമികയെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ദേവയാനി നേരെ ആദർശിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, അനാമിക മോൾ ഇവിടെ നിന്ന് പോയിട്ട് എത്ര ദിവസമായിടാ, നീ എന്താ അനിയോട് അവളെ വിളിച്ചോണ്ട് വരാൻ പറയാത്തത് എന്ന് ചോദിക്കും. അപ്പോൾ ആദർശ് പറഞ്ഞിട്ട്, എൻ്റെ അമ്മേ, അവളുടെ സ്വഭാവം ശരിയല്ല, അതുകൊണ്ട് തന്നെ അവൾക്ക് അവളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അത് തന്നെയാ കാരണമെന്ന് പറയും. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, നിന്റെ ഭാര്യയെ വിളിച്ചോണ്ട് വരാൻ വേണ്ടിയിട്ട് നീ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ടല്ലോ, എന്നോട് നീ അതിനെ പറ്റിയിട്ട് പറയുന്നില്ലേ? അതുപോലെ തന്നെ നിനക്ക് അനിയുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ ചെയ്താൽ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കാണ് ദേവയാനി. ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ ജാനകി അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട്, ഇല്ല ഏട്ടത്തി, അവൻ അങ്ങനെ അനിയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇവനക്കിപ്പോൾ അനിയോട് നേരത്തെ സ്നേഹമൊന്നുമില്ല. ഇവന്റെ ഭാര്യയ്ക്കും അവളുടെ ചേച്ചിക്കൊന്നും അനാമിക മോൾ ഇങ്ങോട്ടേക്ക് വരുന്നത് വലിയ ഇഷ്ടമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവനും അവൾ ഇങ്ങോട്ടേക്ക് വരുന്നതിനോട് വലിയ താല്പര്യമൊന്നും കാണില്ല എന്ന് പറയട്ടെ ജാനകി. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, ഇളയം എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എൻ്റെ ജീവിതം പോലെ തന്നെയാണ് ഞാൻ അനിയുടെയും ജീവിതം കാണുന്നത് എന്ന് പറയും. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, പിന്നെ അതുകൊണ്ടാണോ നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? അവൻ ഇപ്പോഴും അവൻ്റെ ഭാര്യ പറഞ്ഞത് കേട്ടിട്ടല്ല ജീവിക്കുന്നത്, നീ പറയുന്നത് കേട്ടിട്ടാ ജീവിക്കുന്നത്. നീ ഇപ്പോഴും നിന്റെ ഭാര്യ നയന പറയുന്നതിലേ അനുസരിക്കുള്ളൂ. അവനാണെങ്കിൽ നിന്നെ അനുസരിച്ചാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ നീ എന്താ അവനോട് പറഞ്ഞിട്ട് അനാമിക മോളെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരാത്തത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആദർശ് പറഞ്ഞിട്ട്, അവൾ ചുമ്മാ അല്ലല്ലോ പിണങ്ങിപ്പോയത്, അവൾ അവിടെ പോയിട്ട് നയനെ പിടിച്ച് തള്ളിയില്ലേ? അതും നയനയുടെ ഈ ഒരു അവസ്ഥയിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, അവൾക്ക് എന്ത് അവസ്ഥയുണ്ടെന്നാണ് നീ ഈ പറയുന്നത്? നീ എടുത്തു കൊടുത്ത വീട്ടിൽ അവൾ അവിടെ സുഖമായിട്ട് ജീവിക്കാണ്. അതാണോ അവളുടെ ഇത്ര വലിയ ബുദ്ധിമുട്ട് എന്ന് ചോദിക്കാട്ടോ ജാനകി. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് ആദർശിന് ഭയങ്കര അങ്ങ് ദേഷ്യം വരാട്ടോ. ആ സമയത്തിന് ദേവയാനിയും ചോദിക്കുന്നത്, അല്ലെങ്കിലും അങ്ങോട്ടേക്ക് അനി എന്തിനാ പോകുന്നത്? അനി അങ്ങോട്ടേക്ക് പോകുന്നതും ആ നന്ദുവിനെ കാണുന്നതും അനാമിക മോൾക്ക് ഇഷ്ടമല്ല എന്ന് അവൻക്കറിയാം. എന്നിട്ട് പോലും അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടല്ലേ ആദർശ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ആദർശ് പറഞ്ഞിട്ട്, അവൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് നയനെ കാണാനാണ്, അല്ലാതെ നന്ദുവിനെ കാണാനല്ല എന്ന് പറയാട്ടോ. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, അവൾ അവിടെ പോയി കാണാൻ മാത്രം അവൾക്ക് എന്ത് അസുഖമാണുള്ളത്? കുറേ അധികം ആയുർവേദ മരുന്ന് വാങ്ങിച്ചുകൊണ്ടാണ് അവൻ അന്ന് അങ്ങോട്ടേക്ക് പോയത്. നീ എല്ലാ കാര്യങ്ങളും അവൾക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നില്ലേ? പിന്നെ അവനും കൂടി എന്തിനാ അത് അവൾക്ക് കൊണ്ടുപോയി കൊടുത്തത് എന്നൊക്കെ ചോദിക്കും. അപ്പോഴേക്കും ആദർശ് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ അവിടെ നിന്നങ്ങ് എഴുന്നേറ്റ് കൊണ്ട് തന്നെ പറയുന്നത്, ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള മറുപടി എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതൊന്നും തുറന്നങ്ങ് വിളിച്ചു പറയാൻ പറ്റാത്തൊരു ഗതികെട്ട അവസ്ഥയിലായി പോയി ഞാൻ. പിന്നെ നയനെ ഞാനും ഈ വീട്ടിലെ അച്ഛനും ചെറിയച്ഛനും മുത്തശ്ശനൊക്കെ എല്ലാവരും അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് അത്രമാത്രം മഹത്വമുള്ളത് കൊണ്ട് തന്നെയാണ്. എന്നാൽ അത് വിളിച്ചു പറയാൻ പറ്റാത്തൊരവസ്ഥ എനിക്കുണ്ടായത് എൻ്റെ ഗതികേടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടത്തിന് ആദർശ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോവും. അപ്പോൾ ജാനകി പറഞ്ഞിട്ട്, ഒന്നുമില്ല, അവൻക്കിപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല അനിയുടെ ജീവിതത്തിൽ, അത് തന്നെയായിരിക്കും കാര്യം എന്നിങ്ങനെ ജാനകി പറയുന്ന സമയത്തിന് ദേവയാനി പറഞ്ഞിട്ട്, ഒരിക്കലും അവൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല. അവൻ അവൻ്റെ ജീവിതത്തേക്കാൾ ഇഷ്ടമാണ് അനീനെ എന്ന് പറയുന്ന സമയത്തിന് ജാനകി പറയുന്നുണ്ട്, അതൊക്കെ പണ്ടായിരുന്നു. അപ്പോൾ ദേവയാനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ആദർശ് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്ന സമയത്തിന് നേരെ പോയത് അനിയുടെ അടുത്തേക്കായിരിക്കും. അവരുടെ സംഭാഷണത്തിൽ നിന്ന് ഞാൻ വിചാരിക്കുന്ന ആ ഒരു ഉത്തരം എനിക്ക് കിട്ടുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ദേവയാനി നേരെ അവിടെ നിന്നും എഴുന്നേറ്റ് ആദർശിൻ്റെ പുറകെ പോവുകയാണ്. ആദർശ് നേരെ ചെന്നിട്ട് അനിയോട് പറഞ്ഞിട്ട്, എടാ, നീ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കവിത എഴുതിക്കൊണ്ടിരിക്കാതെ വേഗം പോയിട്ട് അനാമികയെ വിളിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വാ. നീ എങ്ങാനും അവളെ വിളിച്ചോണ്ട് വന്നിരുന്നില്ലെങ്കിൽ നിന്നേക്കാൾ കൂടുതൽ ഇവിടെ പഴി കേൾക്കേണ്ടത് ഞാനാണെന്ന് പറയും. അപ്പോൾ അനി പറയുന്നത്, ഞാൻ അവളെ വിളിച്ചോണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല, അവളുടെ അഹങ്കാരം കൊണ്ടാണ് അവൾ അവിടെ നിൽക്കുന്നത്. അതുപോലെ ഒരുത്തിയെ അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ എന്നെ കൊണ്ട് സാധിക്കില്ല. ഞാൻ അവളെ വിളിച്ചോണ്ട് വരുന്നതിന് മുൻപായിട്ട് തന്നെ ഏട്ടൻ പോയിട്ട് ഏട്ടത്തിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വാ, അതാണ് ഈ വീടിന് ആവശ്യമെന്നും പറയും. അപ്പോൾ ആദർശ് പറഞ്ഞിട്ട്, എടാ, എനിക്ക് അവളെ കാണണമെന്ന് തോന്നുന്ന സമയത്തിന് എനിക്ക് അങ്ങോട്ടേക്ക് പോവാം, വേണമെങ്കിൽ 2-3 ദിവസം നിൽക്കുമെങ്കിലും ചെയ്യാം. പക്ഷേ നിന്റെ അവസ്ഥ അങ്ങനെയാണോ? അല്ലല്ലോ. അതുകൊണ്ട് നീ ഒന്ന് പോയിട്ട് അനാമികയെ വിളിച്ചോണ്ട് വാ എന്ന് പറയുന്ന സമയത്തിന് അനി പറയും, ഏട്ടാ, അവൾക്കൊരു സൈസ് ക്രിമിനൽ മൈൻഡാണ്, അവൾക്കൊരിക്കലും എന്നെ സ്നേഹിക്കാനൊന്നും കഴിയില്ല. അങ്ങനെ ഒരുത്തിനെ ഞാൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരുന്നത്? അവൾ ഏട്ടത്തിയോട് ചെയ്തത് എന്താണെന്ന് ഏട്ടൻ കണ്ടതല്ലേ, അതും ഈ അവസ്ഥയിൽ നിന്നിങ്ങനെ പറയുന്ന സമയത്തിന് ആദർശ് പറഞ്ഞിട്ട്, എടാ, അതൊന്നും ഇവിടെയുള്ളവർക്കൊന്നും മനസ്സിലാവില്ലല്ലോ എന്ന് പറയും. എന്നാൽ ഇവരുടെ സംഭാഷണമെല്ലാം തന്നെ ദേവേനെ അവിടെ നിന്നിങ്ങനെ ഒഴിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തിന് അനി പറയുന്നുണ്ട്, ഏട്ടത്തി ഈ വീടിന് വേണ്ടി ചെയ്തത് എത്രയോ വലിയ കാര്യമാണെന്ന് ഏട്ടനറിയാലോ. അതറിയാൻ മേലാത്തത് കൊണ്ട് തന്നെയാണ് വല്യമ്മ ഇപ്പോഴും ഏട്ടത്തിയെ മാറ്റി നിർത്തിയേക്കുന്നത്. അതെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ പണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ അങ്ങ് മാറിയേനെന്ന് പറയാട്ടോ അനി. അപ്പോൾ ആദർശ് പറഞ്ഞിട്ട്, അതൊന്നുമല്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം, നീ എത്രയും പെട്ടെന്ന് തന്നെ അനാമികയെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരണം, അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം, അത് സോൾവ് ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറയാട്ടോ.
അപ്പോൾ അനി പറയുന്നുണ്ട് ഇന്ന് അവൾ നന്ദുവിനോട് ചെയ്തത് എന്താണെന്ന് ഏട്ടൻ കണ്ടതല്ലേ, അതുപോലെ തന്നെ ക്രിമിനൽ മൈൻഡുള്ള അവളെയും അവളുടെ വീട്ടുകാരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഒരിക്കലും ആ പിശാചിൻ്റെ മനസ്സിലുള്ളവളെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് ഏട്ടൻ ഇനിയും അവളെപ്പറ്റി പറയണ്ട എന്ന് തന്നെയായിരിക്കട്ടെ അനി പറയുന്നത്. എന്നാൽ ഇവരുടെ സംഭാഷണമെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് ദേവേൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് ഇവരെന്തിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. എന്നാൽ ഈ വീടിന് വേണ്ടിയിട്ട് ഞാൻ അത്ര വലിയ ത്യാഗം ചെയ്തു എന്നൊക്കെ അനി പറഞ്ഞല്ലോ. വല്യമ്മ അതൊന്നും അറിയാത്തത് കൊണ്ടാണ് ഏടത്തിയെ മാറ്റി നിർത്തിയത് എന്നൊക്കെ പറഞ്ഞല്ലോ. അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ച് ബെഡ്റൂമിലേക്ക് വരാട്ടോ ദേവയാനി. ഇതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ട്, എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിച്ചിട്ട് കാര്യമുള്ളൂ എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരിക്കും ദേവയാനി. പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനും കനകദുർഗയും തമ്മിൽ സംസാരിക്കുന്നതാണ്. ഗോവിന്ദൻ പറയുന്നത് നന്ദുവിനോട് ഇനി പുറത്തേക്കൊന്നും പോവണ്ട എന്ന് പറയണം. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തന്നെ പോലീസിൽ പോലും പരാതി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ബന്ധുക്കളായിരിക്കും അറസ്റ്റിലാവാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി അവളോട് പുറത്തേക്കൊന്നും പോവണ്ട എന്ന് പറയണമെന്ന് പറയാട്ടോ. അപ്പോൾ കനകദുർഗയും പറയുന്നത് അത് തന്നെ, അല്ലെങ്കിൽ ആ ദേവയാനിക്ക് അത്രയും ഗുരുതരമായ സമയത്തിനെ അവർ പോലീസിൽ അറിയിച്ചേനെ. ഇത് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തറിഞ്ഞാൽ നാണക്കേടാവുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവരൊരു കാര്യങ്ങളും പറയാത്തത് എന്നൊക്കെ പറയും. ഇതേ സമയത്തിന് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നിട്ട് നയനക്കുള്ള കുറച്ച് മെഡിസിനുമായിട്ടായിരിക്കും വരുന്നത്. എന്നിട്ട് നയനയോട് ചോദിക്കുന്നുണ്ട് എടി ഇനിയും ഈ വാശിയുടെ ഒക്കെ ആവശ്യമുണ്ടോ, ഒരു നല്ല ദിവസം നോക്കിയിട്ട് നിനക്ക് എൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നൂടെ എന്ന് ചോദിക്കും. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞിട്ട് മോനെ കുറച്ച് ദിവസം കൂടി മോൾ ഇവിടെ നിൽക്കട്ടെ, കുറച്ചും കൂടി ഒന്ന് ആരോഗ്യമാവട്ടെ എന്ന് പറയും. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് എത്ര ദിവസമാണെന്ന് വെച്ചിട്ട് അച്ഛാ ഇവളിവിടെ നിൽക്കുന്നത്, ഇനി ഒരു പക്ഷേ അമ്മ ഇവിടെ വന്ന് വിളിച്ചില്ലെങ്കിൽ ഇവൾ ഇവിടെ തന്നെ നിൽക്കാനാണ് ഉദ്ദേശം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നയന പറയുന്നുണ്ട് അമ്മ വിളിക്കാതെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാതെ ഞാൻ അങ്ങോട്ടേക്ക് ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒരു സ്വാതന്ത്ര്യവും കാണില്ല. അമ്മയുടെ കൂടെ കൂടിക്കൊണ്ടതിന് എന്നെ കുറ്റപ്പെടുത്താൻ മാത്രമേ അവിടെ ആൾക്കാരുണ്ടാവുള്ളൂ. അതുകൊണ്ട് കുറച്ച് ദിവസം കൂടെ ഞാൻ മനസ്സമാധാനത്തോടെ ഇവിടെ നിൽക്കട്ടെ ആദർശേട്ടാന്ന് പറയും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോഴും നീ ഒരു കാര്യം ഓർക്കണം, നിന്റെ ചേച്ചി അവിടെയുണ്ട്, അവൾക്ക് അവളുടെ സ്വന്തം ഭർത്താവിൻ്റെ തുണ പോലുമില്ല, എന്നിട്ട് പോലും അവൾ അവിടെ പിടിച്ചു നിൽക്കുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നയന പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അമ്മയുടെ പ്രഷർ കൂടത്തേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ, കുറച്ച് ദിവസം കൂടെ ഞാൻ നിന്നോട്ടെ എന്നൊക്കെ പറയുന്ന സമയത്തിന് ആദർശ് പറയുന്നുണ്ട് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല, നിന്റെ ഇഷ്ടം പോലെ നീ അങ്ങോട്ടേക്ക് സൗകര്യം പോലെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിന് ആദർശ് അവിടെ നിന്നങ്ങ് പോവാണേ. ആദർശ് പോയതിന് ശേഷം ഗോവിന്ദൻ പറഞ്ഞിട്ട് മോൻക്കത് ഭയങ്കര വിഷമായി എന്നാണ് തോന്നുന്നത്. അപ്പം നയന പറഞ്ഞിട്ട് ഞാൻ ആദർശേട്ടൻ്റെ കൂടെ അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഇതിലേറെ വിഷമം വരും ആദർശേട്ടനെ, എൻ്റെയും അമ്മയുടെയും നടക്ക് കടന്ന് ആദർശേട്ടന് വിഷമിക്കുന്ന ഒരവസ്ഥ ഞാൻ കാണേണ്ടി വരും, അതുകൊണ്ട് കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ അച്ഛാന്ന് പറയുന്നുണ്ട് കേട്ടോ നയന. പിന്നീട് കാണിക്കുന്നത് ജയൻ ഇങ്ങനെ ഓഫീസിലേക്ക് അർജൻറ്റ് പിടിച്ച് പോകാൻ നിൽക്കുന്ന സമയത്തിന് ദേവേനി റെഡിയായിട്ട് വന്നുകൊണ്ടിട്ട് ജയേട്ടാ ഞാനും പോരുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ജയൻ പറഞ്ഞിട്ട് അതിന് ദേവയാനി ഞാൻ ഓഫീസിലേക്കാണ് പോകുന്നത് എന്ന് പറയുന്ന സമയത്തിന് ദേവേനി പറഞ്ഞിട്ട് ആയിക്കോട്ടെ, അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് എന്നെ സഹായിച്ച ആ ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണമെന്ന് പറയും. അപ്പോൾ ജയൻ ആകെ ടെൻഷനായിരിക്കും. എന്നിട്ട് ചോദിക്കുന്നത് അതെങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്, എനിക്ക് പ്രധാനപ്പെട്ടൊരു മീറ്റിംഗ് ഉണ്ട്, എനിക്ക് പോകുന്ന വഴിക്ക് ഏതായാലും ആ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ദേവേനെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുകയാണ്. പക്ഷേ ദേവേനെ അതിനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോഴേക്കും ഇവരുടെ സംസാരം കേട്ട് മുത്തശ്ശനും അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ കാര്യമെന്ന് മുത്തശ്ശൻ ചോദിക്കുന്ന സമയത്തിന് ജയൻ ഈ കാര്യം പറയും. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞൊരു ദേവേനി നിനക്ക് അങ്ങനെ പുറത്തേക്കൊന്നും പോകാനായിട്ടില്ല, അന്ന് അമ്പലത്തിലേക്കൊക്കെ പോയതല്ലേ, ഇനി ഏതായാലും ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുക, കുറച്ചും കൂടി ഒന്ന് ആരോഗ്യമൊക്കെ ആവട്ടെ എന്ന് പറയട്ടെ മുത്തശ്ശൻ. അപ്പോൾ ദേവേനി പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞല്ലോ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യത്തിന് പുറത്തേക്കൊക്കെ ഒന്ന് പോയിക്കോ എന്ന്, അതുകൊണ്ട് എനിക്കിതൊന്നും വലിയ പ്രശ്നമല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അത്യാവശ്യത്തിന് പോകണമെന്ന് മാത്രമാണ്, അല്ലാതെ അനാവശ്യത്തിന് പോകണമെന്നല്ല, നിന്റെ ആരോഗ്യമെല്ലാം ശരിയായതിനു ശേഷം നിനക്ക് പോയിട്ട് കാണാലോ, അല്ലാതെ നീ ഇപ്പം എന്തിനെങ്ങനെ വാശി പിടിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ദേവേനി പറയുന്നുണ്ട് ഇതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്, ഞാൻ അറിയാത്ത എന്തോ ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എല്ലാവരും ചേർന്ന് ഞാൻ ആ ഒരു പെൺകുട്ടിയെ കാണുന്നതിൽ നിന്ന് എന്നെ ഇങ്ങനെ വിലക്ക് നിൽക്കുന്നത് എന്ന് ദേവേനി പറയുന്ന സമയത്തിന് ആകെ ടെൻഷനോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന മുത്തശ്ശനെയും ജയനെയും മുത്തശ്ശിയൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.